പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിലൂടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ സമയത്തിൽ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനം വായിക്കുന്നു. 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാം വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇത് വളരെ അനുഗ്രഹമേറിയ ഒരു സന്ദേശമാണ് വചനത്തിലൂടെ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. തിരുവചനത്തിലൂടെ ദൈവം തരുന്ന സന്ദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ജീവൻ പകരുകയും ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകുവാൻ നമ്മളെ പര്യാപ്തമാക്കുന്നതുമാണ് എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയും. പലവിധമായ ഭാരങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അടിക്കടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുടുംബപരമായ ജീവിതത്തിലാണെങ്കിലും ജോലിയോടുള്ള ബന്ധത്തിലോ അല്ല മറ്റ് ഏത് സാഹചര്യത്തിലായാലും നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന, വഹിക്കുവാൻ കഴിയുന്ന ഭാരം ഒരുപക്ഷെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ മാനുഷികമായിട്ട് കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ ചില വിഷയങ്ങൾക്ക് നമുക്ക് സ്വയമായിട്ട് പരിഹാരം കണ്ടെത്തുവാനോ അതിൽ നിന്ന് മോചനം നേടുവാനോ കഴിയുകയില്ല. എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ വചനമാകുന്ന ബൈബിൾ, ദൈവത്തിൻ്റെ വചനം, നാം അത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വഹിക്കാൻ കഴിയാത്തതായ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, അത് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം എല്ലാ മനുഷ്യനോട് കൂടെയുണ്ട്. ദൈവമക്കളോട് കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. നാം ഇന്നും ജീവിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല അനർത്ഥങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായി വന്നെങ്കിലും അവിടെയൊന്നും പതറിപ്പോകാതെ ഇന്നും നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുന്നത്. നാം വായിച്ച തിരുവചനം ഇങ്ങനെയാണ്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഭാരം, സ്തോത്രം, വഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി നമുക്കെല്ലാം ജീവിതത്തിൽ വഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ഉള്ള ഭാരം കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയില്ല. അമിതമായ ഭാരം ഒരു വ്യക്തി വഹിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയെ കൊണ്ട് വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഭാരം വഹിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തി കാലുകൾ കുഴയും, ഒരുപക്ഷെ വീണു പോകാൻ സാധ്യതയുണ്ട്. മുൻപോട്ട് പോകുവാൻ കഴിയില്ല. സ്തോത്രം.
ജീവിതത്തിലെ ഭാരങ്ങൾ നിമിത്തം വഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അധികമായിട്ടുള്ള ഭാരം നിമിത്തമാണ് പലർക്കും ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ നിൽക്കുന്നത്. ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ടായിരിക്കും, മുന്നേറണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഉയർച്ച പ്രാപിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ കഴിയുന്നില്ല, കാരണം ഭാരത്താൽ വലഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. ഭാരത്തിൻ്റെ അമിതമായ യാഥാർത്ഥ്യം മുന്നോട്ട് പോകാൻ കഴിയാതെ വിധത്തിൽ പിടിച്ചു നിർത്തുവാൻ ഇടയാകുന്നു. അതിനിമിത്തമാണ് പലരും വീണു പോകുന്നത്. ചിലർക്ക് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ജീവിതത്തിലുള്ള പലവിധത്തിലുള്ള ഭാരങ്ങൾ, ഒരുപക്ഷെ ഭാവിയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, ശരീരത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, ആ അഭിമുഖീകരിക്കുന്ന ആ രോഗത്തെക്കുറിച്ചുള്ള ഒരു ഭാരമായിരിക്കാം. പല ഹോസ്പിറ്റലുകളിലും അതിന് ചികിത്സ തേടിയെങ്കിലും ഡോക്ടർമാരൊക്കെ വിധി എഴുതിയെന്ന് കാണാം, ഒരു പക്ഷെങ്കിൽ ആ രോഗത്തിനൊരു വിടുതലില്ല, അല്ലെങ്കിൽ ആ രോഗം സൗഖ്യമാകത്തില്ല. ചില ആളുകളുടെ ഭാരം സാമ്പത്തികപരമായ ഭാരങ്ങളാണ്, കടബാധ്യതകൾ. സ്തോത്രം. ഇത്തരത്തിലുള്ള ഭാരങ്ങൾ മനസ്സിനെ തളർത്തിക്കളയുകയാണ്, വീണു പോകുന്ന ഒരു സാഹചര്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ ദൈവം തരുന്ന വാഗ്ദത്തം അത് നാം മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഭാരത്തെ ഏറ്റെടുക്കാം എന്ന വാക്ക് പറഞ്ഞ ദൈവത്തിൽ എനിക്ക് വഹിക്കുവാൻ കഴിയാത്ത ഈ ഭാരങ്ങളെ സമർപ്പിക്കുകയാണ്. അപ്രകാരം ഒരു തീരുമാനത്തിൽ നാം നിൽക്കുമ്പോഴാണ് നമ്മുടെ ഭാരത്തിന് ഒരു കൈമാറ്റം സംഭവിക്കുന്നത്. എൻ്റെ ഭാരം ഞാൻ ദൈവത്തിങ്കിലേക്ക് കൈമാറുകയാണ്. ഒരു കൈമാറ്റം നമുക്ക് ആവശ്യമാണ്. വചനം പറയുന്നു, അവൻ നിന്നെ പുലർത്തും. ദൈവം നമ്മളെ പുലർത്തും. നാം തനിയെ വഹിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഇരുളടഞ്ഞ ഒരു അധ്യായമായി അവശേഷിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയാത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നെ ശ്രവിക്കുന്നത്. നിങ്ങളുടെ പാപത്തിന്റെ ഭാരം, നിങ്ങളുടെ തലമുറയിലുള്ള അല്ലെങ്കിൽ തലമുറയെ അവശേഷിക്കുന്ന ശാപത്തിന്റെ ഭാരം, അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി, ആശ്വാസം പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കാം. ധാരാളം പണങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ചെലവിട്ടെന്നിരിക്കാം. തീർത്ഥാടനങ്ങളോ പുണ്യസ്ഥലങ്ങളോ ഒക്കെ സന്ദർശിച്ചെന്നിരിക്കാം. നിങ്ങൾ പലയിടത്തും പോയെന്നിരിക്കാം. അവിടെ നിന്നൊന്നും യഥാർത്ഥമായ മോചനം ലഭിക്കാത്ത വ്യക്തിയാണെങ്കിൽ കർത്താവായ യേശു ഇങ്ങനെ ഒരു വാഗ്ദത്തം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. താങ്കൾ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് പശ്ചാത്തലത്തിൽ പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ,
കം ടു ദ ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ തയ്യാറാകുമോ? നിങ്ങൾ വഹിക്കുന്നതായ ഭാരത്തിൽ നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാമെന്ന് അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, എത്രയോ മാന്യ സ്നേഹിതന്മാർ, എത്ര മാന്യ പ്രിയപ്പെട്ടവർ ജീവിതത്തിലെ നിരാശ കടന്നു വരുമ്പോൾ, സാമ്പത്തികമായി കടബാധ്യതകൾ കടന്നു വരുമ്പോൾ ആത്മഹത്യയിലേക്ക് തിരിയുന്നു. എത്ര ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ജീവിതത്തിലെ ഭാരങ്ങൾ മറക്കുവാൻ വേണ്ടി, ആ വേദന മറക്കാൻ വേണ്ടി, ആ നിരാശ മറക്കുവാൻ വേണ്ടി മദ്യത്തിലും മയക്കുമരുന്നിലും ആശ്രയിക്കുന്നവർക്ക് പല പ്രിയപ്പെട്ടവരുമുണ്ട്. ഞാൻ അവരോടായി പറയട്ടെ, അതൊന്നും പ്രശ്നത്തിന് പരിഹാരമല്ലേ അല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക, എന്നാൽ അവൻ നിങ്ങളോട് അടുക്കൽ വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, എത്ര നല്ല വാഗ്ദത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ട് കൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാൾ സമ്മതിക്കുകയില്ല. എത്രയോ അനർത്ഥങ്ങൾ നാം ജീവിക്കുന്ന സമൂഹത്തിൽ നാം അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷാമവും ഭൂകമ്പവും അടിക്കടിയായി ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന ആകുലതയോടെ നോക്കിപ്പാർക്കുന്ന ഒരു കൂട്ടം ജനം. അതിൻ്റെ നടുവിലും വിശുദ്ധ വചനം വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിന്റെ ഭാരത്തെ വഹിക്കുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ സകല ആകുലതയ്ക്കും പരിഹാരം വരുത്തുവാൻ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവിന് കഴിയും. ഞാൻ ഉയർത്തുന്ന എൻ്റെ യേശുവിന് കഴിയും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശുവിന് കഴിയും. നിങ്ങളെയും യേശു സ്നേഹിക്കുന്നു. നിങ്ങളെയും കരുതുവാൻ, നിങ്ങളെയും വിടുവിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകും. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിലേക്ക് സമർപ്പിക്കുവാൻ നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പിതാവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരെ അഭിമുഖീകരിക്കുന്ന എല്ലാ ഭാരത്തിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കർത്താവരെ വിടുവിക്കണമേ. അങ്ങ് അവരെ പുലർത്തുമെന്ന് അങ്ങയുടെ വാഗ്ദത്തമുണ്ടല്ലോ. ഞങ്ങളെ പുലർത്തുന്ന നല്ലവനായ കർത്താവെ, നിങ്ങളുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയത്തിന്മേൽ, ആ രോഗത്തിൻ്റെ നടുവിൽ, ആ കുടുംബ പ്രശ്നത്തിൽ, ആ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് പൂർണ്ണമായ ആശ്വാസം, വിടുതലും ജനത്തിന് നൽകണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ടെ. തിരുനാമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നിശ്ചയമായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.